السلام عليكم ورحمة الله وبركاته. إن الحمد لله الواحد الأحد الفرد الصمد لم يلد ولم يولد ولم يكن له كفوا أحد. نحمده ونستعينه ونؤمن به ونتوكل عليه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه العزيز: أعوذ بالله السميع العليم من الشيطان الرجيم. إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين. പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, രഹസ്യ പരസ്യ ജീവിതത്തിൽ റിയാവില്ലാതെ, ആളുകളെ കാണിക്കുവാനുള്ള കർമ്മങ്ങളല്ലാതെ നിഷ്കളങ്കമായി മയ്യത്തിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റാവുന്ന തരത്തിലുള്ള ഇഖ്ലാസോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പുലർത്തണമെന്ന് എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ലോകത്ത് ബില്യൺ കണക്കിന് ആളുകൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി മക്കയിലേക്ക് യാത്രയായിട്ടുണ്ട്. 99% ആളുകളും മക്കയിലെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. മക്കയിലെത്തി ഹജ്ജ് നിർവഹിച്ച് അള്ളാഹ് സ്വീകരിക്കും വിധം മഖബൂലും മബ്റൂറുമായ, മർദൂദല്ലാത്ത, മർദൂദ് എന്ന് പറഞ്ഞാൽ തള്ളപ്പെടാത്ത ഹജ്ജ് നിർവഹിക്കാൻ പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ ഹജ്ജ് നിർവഹിക്കുവാനും നാട്ടിൽ തിരിച്ചെത്തുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിനെ ആരാധിക്കുവാൻ ലോകത്താദ്യമായി ഉണ്ടാക്കിയ പള്ളി അത് കഅബാലയമാണ്. സൂറത്ത് ആൽ ഇംറാനിലെ 96-ാമത്തെ ആയത്താണ് ഞാൻ മുഖവുരയിൽ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൾപ്പിച്ചത്. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ്, ലോകത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി ആദ്യമായി നിർമ്മിക്കപ്പെട്ട ബൈത്ത്, അതാണ് കഅബാലയത്തെ പറ്റി അല്ല പറയുന്നത്. ലല്ലദീബി ബക്ക, അത് ബക്കയിലാണ്. ബക്ക എന്ന് പറയുന്നതും മക്ക എന്ന് പറയുന്നതും പിന്നെ അമീൻ എന്ന് പറയുന്നതൊക്കെ മക്കയെക്കുറിച്ചാണ്. ഖുർആൻ പല ശൈലിയില മക്കയെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ബക്ക എന്ന് പറയുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത മുബാറകം വഹുദൻ ലിൽ ആലമീൻ, ലോകത്തിന് ഹിദായത്തിന്റെ വെള്ളി വെളിച്ചം കാണിക്കുന്ന സ്ഥലം, ലോകത്തിന് സന്മാർഗത്തിന്റെ വെള്ളി വെളിച്ചം നൽകുന്ന സ്ഥലമാണെന്ത്? മക്ക.
അതാദ്യമായി അള്ളാഹു ഉണ്ടാക്കിയത് മക്കയിലാണ്. എന്നിട്ട് പറയാം, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മനിസ്തതാ ഇലൈഹി സബീല. മനുഷ്യന്മാർക്ക് അള്ളാഹുവിനോടുള്ള ഒരു ബാധ്യത, ഒരൊറ്റ ബാധ്യത, ആയുഷ്കാലത്തിൽ ഇബാദത്തുൽ ഉംറ. റസൂലുള്ള പറഞ്ഞ ഇബാദത്തുൽ ഉംറ പറഞ്ഞാൽ ഉംറിനിടയിൽ ഒരൊറ്റ ഇബാദത്ത്, അതാണ് ഹജ്ജ്. രണ്ടാമത്തെ ഹജ്ജ് അള്ളാഹ് ഫർലാക്കിയില്ല, ഒരൊറ്റ ഹജ്ജ്. അത് ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയുകയാണ്. എന്നിട്ട് പറയാ, വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്ത്. കഅബാലയത്തിൽ വന്ന് ഹജ്ജ് ചെയ്യുക എന്നത് അള്ളാഹുവിനോടുള്ള ജനങ്ങളുടെ ബാധ്യതയാണ്. ആർക്ക്? എല്ലാവർക്കുമില്ല. മനിസ്തതാ ഇലൈഹി സബീല, അതിലേക്ക് വഴി അള്ളാഹു എളുപ്പമാക്കിയവർക്ക്. വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് സമ്പത്ത് വേണം, ആരോഗ്യം വേണം, യാത്രാ സൗകര്യങ്ങൾ വേണം, മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാതിരിക്കണം. ഇതൊന്നുമില്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ആയുസ്സിൽ ഒരു ഹജ്ജ് നിർവഹിക്കൽ അള്ളാഹുവിനോടുള്ള മനുഷ്യന്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാൻ കഴിയാത്തവരുണ്ട്, കഴിഞ്ഞിട്ട് പോകാത്തവരുണ്ട്. കഴിഞ്ഞിട്ട് പോകാത്തവരെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞത് അവർ ജൂതന്മാരോ ക്രൈസ്തവരോ ആയിട്ടാണ് മരിക്കുകയാണ്. അത്രത്തോളം ഗൗരവത്തോടെയാണ് ആ കാര്യം പറഞ്ഞത്. ഏതായിരുന്നാലും കഴിവുണ്ടാവുക എന്ന് പറയുന്നത് ചിലപ്പോൾ പണമുള്ള ഇല്ലാത്ത കാലത്ത് ആരോഗ്യം ഉണ്ടാവും. ആരോഗ്യമൊക്കെ പോയ കാലത്തായിരിക്കും പണം വന്നിട്ടുണ്ടാകുക. അപ്പൊ അയാൾക്ക് ഹജ്ജിന് അള്ളാഹു ചുമതലപ്പെടുത്തിയില്ല. എന്നാൽ അത്തരം ആളുകൾക്കും ഹജ്ജിന്റെ പ്രതിഫലം കിട്ടാനുള്ള അനുഗ്രഹീതമായ ഇബാദത്തുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കൊക്കെ ഹജ്ജിന്റെ പ്രതിഫലം കിട്ടാൻ ഒരുപാട് ഇബാദത്തുകൾ അള്ളാഹു പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അള്ളാഹിന്റെ റസൂൽ ഖുർആൻ പറഞ്ഞ എന്താണ്? മനിസ്തതാ ഇലൈഹി സബീല. എന്നിട്ട് അള്ളാഹ് ആയത്ത് അവസാനിപ്പിക്കുന്ന അറിയുന്നത് വമൻ കഫറ. ആര് ഈ കർമ്മത്തെ നിഷേധിക്കുന്നുവോ, കഴിവുണ്ട്, ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, യാത്രാ തടസ്സങ്ങളില്ല, ഗവൺമെന്റിൽ നിന്ന് യാതൊരുവിധ പ്രയാസങ്ങളുമില്ല, എല്ലാം ലഭിച്ചിട്ടും അത് നിഷേധിച്ചു കളഞ്ഞാൽ ഫൈനല്ലാഹു വലിയ്യുൻ അനിൽ ആലമീൻ. അള്ളാഹു ലോകരിൽ നിന്ന് അനാശ്രയനാണ്. അള്ളാഹ്ക്ക് നിങ്ങൾ ആരെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണേ നിങ്ങൾ ചെയ്താൽ മതി. എന്താ കാരണം അറിയോ? ഹജ്ജിന്റെ പ്രതിഫലത്തെക്കുറിച്ച് റസൂലുള്ള പറഞ്ഞു, അൽ ഹജ്ജുൽ മബ്രൂർ. പുണ്യം നിറഞ്ഞൊരു ഹജ്ജ് ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും അതിന് കൊടുക്കാനില്ല. അതിനെന്ത് വേണപ്പം? സ്വർഗം കിട്ടുന്ന ഒരു അമലാണ്. എന്നാൽ എല്ലാവർക്കും ഇത് കിട്ടുമോ? ഹജ്ജിന് പോയവർക്ക് പ്രയാസം. മബ്രൂറായ ഹജ്ജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഒരു ഹജ്ജ് മബ്രൂറാകണമെങ്കിൽ അതിന് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ച ഒരു കാര്യം നമുക്ക് നോക്കാം. ലോകത്താദ്യമായി ഉണ്ടാക്കപ്പെട്ട ഭവനമാണ് കഅബ. അത് ആ സ്ഥലം ഇബ്രാഹിം നബി സ്വന്തം തെരഞ്ഞെടുത്തതല്ല. ഖുർആൻ പറയാണ്, വഇദ് ബവ്വഅനാ ലി ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്. കഅബാലയത്തിന്റെ സ്ഥലം അള്ളാഹു ഇബ്രാഹിം നബിക്ക് സൗകര്യം ചെയ്തു കൊടുത്താണ്. അള്ളാഹ് പറഞ്ഞു കൊടുത്തതാണ്. അള്ളാഹു നിർദ്ദേശിച്ച സ്ഥലത്താണ് കേട്ടോ. എന്നിട്ട് അതിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്താ അറിയോ? മബ്രൂറാവാൻ. ഹജ്ജ് മബ്രൂർ ആവണമെങ്കിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹ് പറയാണ്, അല്ലാ തുശ്രിക ബി ഷൈഅ. എന്നിൽ ഒന്നിനെയും ഷിർക്ക് ചെയ്യാൻ പാടില്ല, ഒരു പങ്കും ഉണ്ടാകാൻ പാടില്ല. ഷിർക്ക് ചെയ്തുകൊണ്ടുള്ള ഹജ്ജാണെങ്കിൽ അതിന് പ്രതിഫലം ഉണ്ടാവില്ല. ഇല്ലേ? ആദ്യം അതാ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇപ്പം നമുക്കറിയാം, ലോകത്ത് എത്രയോ ബില്യൺ ആളുകൾ ഇത്രയും കാലമായി ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? പക്ഷെ അങ്ങനെ തിരിച്ചു വന്നിരുന്നെങ്കിൽ ഒരന്താവേണ്ടിയിരുന്നു. ഈ ഇത്രയും ആളുകൾ മുവഹിദുകളാവേണ്ടിയിരുന്നു അല്ലേ? ഷിർക്കില്ലാത്ത. എന്നാൽ ഇത് ഹജ്ജ് കഴിഞ്ഞതിന് ശേഷവും ഷിർക്കിന്റെ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ചിലവര് ഹജ്ജിന് പോകുമ്പോൾ തന്നെ ഭീമാപ്പള്ളി പോയിട്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളാളം വഴി തിരിച്ചു വരും. എല്ലാം കഴിഞ്ഞില്ലേ? അതാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ. മുവഹിദുകളായ ഹജ്ജാജിമാർ വളരെ കുറവാണ്. അപ്പോൾ അള്ളാഹ് പറയാം ഇബ്രാഹിം നബിയോട്, സ്ഥലം ഞാൻ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ആദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ? അല്ലാ തുശ്രിക് ബി ഷൈഅ. എന്നിലൊരു ഷിർക്കും ഹജ്ജിന്റെ വേളയിൽ ഉണ്ടാകാൻ പാടില്ല. വതഹീർ ബൈത്തിയ ലിത്വായിഫീന വൽ ഖായിമീന വറുക്കൈ സുജൂദ്. സുജൂദ് ചെയ്യുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും നമസ്കരിക്കുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും കഅബാലയം ഷിർക്കിൽ നിന്ന് ശുദ്ധിയാവണം. അങ്ങനെ തൊഹീർ ബൈത്തിയ, എന്റെ ബൈത്തിനെ നീ ശുദ്ധീകരിക്കണം. എന്തിൽ നിന്ന്?
മിന ഷിർക്കി വൽ ബിദ്അത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും ശുദ്ധിയാക്കണം. അവിടെ ഒരു ഷിർക്കും ഉണ്ടാകും. അല്ലാണ്ട് അങ്ങനെ പറയാൻ കാരണം മക്കം ഫത്ഹിന്റെ സമയത്ത് നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനകത്ത് കടന്നപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ തൗഹീദിന് വേണ്ടി അധ്വാനിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, നിരവധി പരീക്ഷണങ്ങൾക്ക് വിധേയനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും രണ്ട് വിഗ്രഹങ്ങൾ ആയിട്ട് നിൽക്കുകയാണ്. അവരുടെ രണ്ട് കൈയിലും ഇഫ്അൽ ലാ തഫ്അൽ എന്ന് പറയുന്ന ഒരു ഷോർജിയുമുണ്ട്. അറബികൾ സാധാരണ മുശ്രിക്കുകളായ ആളുകൾ ഈ വിഗ്രഹത്തിന്റെ കയ്യിൽ രണ്ട് കുറ്റി കൊടുക്കും. ആ കുറ്റിയിൽ ഒന്നിൽ എന്തെങ്കിലും കാര്യം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ്, എന്തെങ്കിലും ഇപ്പൊ കച്ചവടം തുടങ്ങുക, അല്ലെ ഒരു വീടുണ്ടാക്കുക, ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അത് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഈ കുറ്റികളാണ്. അപ്പൊ അതിൽ രണ്ടെണ്ണം ഉണ്ടാവും, രണ്ട് നറുക്ക്. അതിലൊന്നിലുണ്ടായ ഇഫൽ എന്നാ ചെയ്തോളൂ, ഒന്നിലുണ്ടായ ലാ തഫൽ ചെയ്യരുതെന്നാ. രണ്ടെണ്ണം എഴുതി വെക്കും. എന്നിട്ട് അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് എടുക്കുക. അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ അകത്ത് കടന്നപ്പോൾ ബാപ്പയും മകനും തൗഹീദിന് വേണ്ടി ഇത്രയും കാലം അധ്വാനിച്ച പരീക്ഷണങ്ങളുടെ തീച്ചുളയിൽ കഴിഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ തുടങ്ങുന്ന വിഗ്രഹങ്ങളെല്ലാം കഅബയുടെ അകത്തുനിന്ന് എടുത്ത് പുറത്തേക്കിട്ടു. പുറത്തേക്കിട്ട് റസൂൽ ഒരു വടി എടുത്തിട്ട് പറഞ്ഞു, ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂക എന്ന വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. എന്താ? സത്യം വന്നു, അസത്യം തകർന്നു. ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ, ബാത്തിലെല്ലാം തകർന്നുപോയി. ഇന്നൽ ബാത്തില കാന സഹൂക, തീർച്ചയായും അസത്യം ഏതെങ്കിലും ഒരു കാലത്ത് തകരുകയെ തന്നെ ചെയ്യും. അസത്യത്തിന് എല്ലാ കാലം ജീവിക്കാൻ കഴിയില്ല. അപ്പോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സ്ഥലം കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ പറഞ്ഞെന്താണ്? അല്ലാ തുശ്രിക് ബി ഷൈഅ, എന്നിലൊന്നും പങ്കു ചേർക്കാൻ പാടില്ല ഈ കഅബാലയത്തിൽ വരുന്ന ഹജ്ജാജികളെ. പിന്നെ വത്തഹിർ ബൈത്തിയ ലിത്വായിഫീന വൽ ഖായിമീന വറുക്കൈ സുജൂദ്, നിന്ന് നമസ്കരിക്കുന്നവർക്കും റുക്കൂ ചെയ്യുന്നവർക്കും സുജൂദ് ചെയ്യുന്നവർക്കും തവാഫ് ചെയ്യുന്നവർക്കും എന്റെ കഅബാലയ തൗഹീദിലേക്ക് കൊണ്ടുവരികയും ശിർക്കിൽ നിന്ന് 100% ശുദ്ധീകരിക്കുകയും ചെയ്യണം കേട്ടോ. എന്നിട്ടോ അതൊക്കെ ചെയ്തു വെച്ചതിന്റെ ശേഷം ഇബ്രാഹിം നബിയോട് അല്ല പറയാം, ഇതൊക്കെ ഉണ്ടാക്കി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം ഉണ്ടാക്കി, സ്ഥലം അല്ല കാണിച്ചു കൊടുത്തു, ആ സ്ഥലത്ത് ഉണ്ടാക്കിയതിന് ശേഷം എന്താ പറഞ്ഞത്? ശിർക്കിൽ നിന്ന് അതിന്റെ അകം പൂർണ്ണമായും ശുദ്ധാവണം, അവിടെ വരുന്നവരും ശുദ്ധാവണം. അതാണ് ഹജ്ജിനുള്ള ആദ്യ നിബന്ധന. ഒരു നമ്മൾ മക്ബൂലും മബ്റൂറും എന്ന് പറഞ്ഞാൽ ആളുകൾ പറയും എപ്പോഴും, അല്ലെ? നിങ്ങളോടൊക്കെ പറയില്ലേ, മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്തു വരാൻ നിങ്ങൾ ദ്വാരക്കണം. അപ്പൊ നിങ്ങൾ എന്താ ദ്വാരക്കുക? നിങ്ങൾക്ക് ഷിർക്കില്ലാത്ത തൗഹീദ് നിറഞ്ഞ മുവഹിദായ ഒരു ഹജ്ജ് ചെയ്യാൻ അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതാണ് മബ്റൂറായ ഹജ്ജ്. അല്ലാതെ മക്ബൂല് മബ്റൂർ പറഞ്ഞാൽ രണ്ട് പദം അറബി പഠിച്ചിട്ട് എന്താണെന്നറിയില്ല. എല്ലാവരും പറയും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്തു വരാൻ നിങ്ങൾ ദ്വാരക്കണം. നിങ്ങൾ ഇൻഷാ അല്ലാഹ് പറയും, നിങ്ങൾ ദ്വാരക്കലുമില്ല, നിങ്ങൾ രണ്ടിനും പറയില്ല. ഓനക്കും അറിയാം നിങ്ങൾ ദ്വാരക്കൂലാണ്. എന്നിട്ട് വെറുതെ പറയും നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ ദ്വാരക്കുന്നു. ഇതൊന്നും പറയേണ്ട കാര്യങ്ങളല്ല, ഇതൊക്കെ സാധാരണഗതിയിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. സാമൂഹ്യ ജീവിയായ മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. സഹാബത്തൊക്കെ അങ്ങനെയായിരുന്നു. ഇത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉംറക്ക് പോകുമ്പോൾ റസൂലുള്ള പറഞ്ഞു ഉമർ റളിയല്ലാഹുവിനോട്, നീ മറക്കരുത്, ലാ തൻസാന്നാ പറഞ്ഞു, നീ മറക്കരുത് ഉമറെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ആർക്ക് വേണ്ടി? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ വസിയത്ത് ചെയ്യൽ ഇസ്ലാമിൽ ഏറ്റവും ഉന്നതമായ കാര്യമാണ്. അപ്പൊ ആരുടെ ദുആ നല്ല സ്വീകരിക്കാൻ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ദുആ ചെയ്യണം. പക്ഷേ ആ ദുആ ചെയ്യാൻ മക്ബൂലും മബ്റൂറുമായ എന്ന രണ്ട് പദം പഠിച്ചു വെച്ചു എന്നല്ലാണ്ട് എന്താണിതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ശിർക്കിൽ നിന്ന് 100% മുക്താവണം, ബിദ്അത്തിൽ നിന്ന് 100%. ഖുദു അന്നി മനാസിക്കക്കുന്ന റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഹജ്ജ് എങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചു അതുപോലെ നിങ്ങൾ ചെയ്തോളണം. മനസ്സിലായോ? നമ്മളെല്ലാ കാര്യവും ഇസ്ലാമിലെ എല്ലാ കാര്യവും അല്ലാഹു റസൂൽ പറഞ്ഞ പോലെ ചെയ്യണം, എന്നാലേ എന്താവുള്ളൂ? മക്ബൂലും മബ്റൂറും ആവും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പിന്നീട് തുടർന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഈ ഇതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം ഇബ്രാഹിം നബിയുടെ അല്ല പറയാം, വഅദ്ദിൻ ഫിന്നാസ്, അദ്ദിൻ ഇബ്രാഹിമെ നീ വിളിച്ചു പറയണം, ഫിന്നാസ് ജനങ്ങളോട്. എന്തിന്? ബിൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യാൻ. എവിടുന്ന്? 4000 വർഷങ്ങൾക്കപ്പുറേ അവിടുന്ന് വിളിച്ചു പറയാ,
വിളംബരം ചെയ്യണം. അദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. അപ്പൊ ഇബ്രാഹിം ചോദിച്ചു അള്ളാഹിനോട്, അള്ളാഹുവെ, ഞാൻ ഇവിടുന്ന് വിളിച്ചാൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ കേൾക്കുമോ? അള്ളാഹിന്റെ മറുപടി, റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ. യഅ്തൂക റിജാലൻ, കാൽനടയായി വരും ആളുകൾ, വഅലാ കുല്ലി ളാമിരിൻ, മെലിഞ്ഞൊട്ടിയ വാഹനത്തിലും വരും. എവിടുന്ന്? യഅ്തീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, വിദൂരമായ എല്ലാ സ്ഥലങ്ങളിലും. ഖുർആൻ അന്ന് പറഞ്ഞതാണ്. വിദൂരമായ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും, മലമടക്കുകളിൽ നിന്നും മനുഷ്യർ കാൽനടയായും മെലിഞ്ഞൊട്ടിയ വാഹനത്തിലും വേണ്ട. ഇപ്പൊ ഇവിടുന്ന് ഹജ്ജിന് പോണ ആളുകൾ പ്ലെയിനിൽ കയറുമ്പോ എങ്ങുണ്ടാവും? പ്ലെയിനിന് ഫുള്ളായിരിക്കും ടാങ്ക് അല്ലേ? അവിടെ എത്തുമ്പോഴോ മെലിഞ്ഞൊട്ടിയ വാഹനത്തിലും അത്രയും ദൂരം യാത്ര ചെയ്ത ആളുകൾ ഇവിടെ എത്തും. അത് ഇബ്രാഹിം പേടിക്കേണ്ട, അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റു. ഇന്നും അത് നടന്നുകൊണ്ടിരിക്കുക അല്ലേ? പക്ഷെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും തൗഹീദുള്ള ആളുകൾ ആയ ഹജ്ജാജിമാരുടെ എണ്ണം വളരെ കുറവാണ് അല്ലേ? അതുകൊണ്ടല്ലേ ഒരിക്കൽ മുജാഹിദ് റളിയല്ലാഹു നബിയോട് പറഞ്ഞു, നബി ജീവിച്ചിരുന്ന നാൾ തന്നെ ഹജ്ജാജികൾ ഒരുപാട് കൂടി വന്നു ഹജ്ജിന് ആ വർഷം. അപ്പൊ അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹിനോട്, അള്ളാന്റെ റസൂലെ, മാ അക്സറൽ ഹാജ്, എത്രയാണ് ഹാജിമാർ വർദ്ധിച്ചത് റസൂലെ? ഈ ഇബ്രാഹിം നബിന്റെ വിളിയാളം കേട്ടിട്ട് വന്നവരുടെ എണ്ണം എത്രയാണ് ഹജ്ജിന് വന്നു വരുന്നതാണ്. ഇപ്പൊ റസൂലുള്ള തിരുത്തി, അങ്ങനെ പറയണ്ട, ഹാജിമാർ എന്ന് പറയണ്ട, മാ അക്സർ റുക്കാബ്, യാത്രക്കാർ ധാരാളം വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഹാജിമാരല്ല എന്നർത്ഥം. പോകുന്നവരെല്ലാം 90% ആളുകളും യാത്രയാണ്, ഹജ്ജാവുന്നില്ല. ഹജ്ജിന്റെ പ്രകൃതി എന്താ പറഞ്ഞത്? ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. റസൂലുള്ള തുടർന്ന് പറഞ്ഞു, മൻ ഹജ്ജ ഹാദൽ ബൈത്ത് ഫലം യർഫുസ് വലം യഫ്സുഖ്. ശിർക്കില്ല, തമ്മാടിത്തങ്ങളില്ല, അധർമ്മങ്ങളൊന്നുമില്ല, വിദേഹത്തുകളൊന്നുമില്ലാത്തൊരു ഹജ്ജ് ഒരാൾ ചെയ്താൽ റജാ കമാ വലദത്തുഹു ഉമ്മുഹു, അവൻ മടങ്ങി വരുന്നത് അവന്റെ ഉമ്മ പ്രസവിച്ച അന്നാളിൽ എത്ര പരിശുദ്ധനാണോ അത്രയും പരിശുദ്ധനായിട്ടാണ് ഹാജി തിരിച്ചു വരിക. അങ്ങനെ രാജ്യങ്ങൾ കേട്ടണോ? ഇപ്പൊ പെറ്റ കുട്ടിയെ പോലത്തെ അതാവണമെങ്കിൽ എന്ത് വേണം? കൽബ് അത്രമാത്രം ശുദ്ധാവണം അല്ലേ? ആവട്ടെ. ഇനി നമുക്ക് ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യമുണ്ട്. എന്താ? ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങളോട്, നിങ്ങൾക്ക് കുറെ അറിവുണ്ടാവണം ഇസ്ലാമിനെ പറ്റി. ഈ അറിവില്ലാണ്ട് വരുമ്പോഴാണ് ഈ മക്ബൂല് മബ്രൂർ പറഞ്ഞ വേറെന്തോ ആണ്, അത് നമ്മളുടെ പുരോഹിതന്മാരാരോ കബറുകളേറ്റപ്പോയി ഉണ്ടാക്കണം എന്തോ സാധനമാണെന്ന് വിചാരിച്ചു എന്തോ. അപ്പൊ അത് മനസ്സിലായല്ലോ. മക്ബൂലും മബ്രൂറും ആവണം എന്ത് വേണം? ഷിർക്കിൽ നിന്ന് 100% സുരക്ഷിതമാണ്. ഷിർക്കൊരംശം ചിലവരുണ്ടായി അറിയോ? ചിലവര് അതെല്ലാം ബർക്കത്തായി തീരാൻ പലജാതി ആയത്തുകളും എഴുതി അരയെ കെട്ടിപ്പോണവരുണ്ട് അറിയോ? ഇതിനു പുറമെ ഒരുപാട് ഐക്കല്ലുകളും ഉറുക്കും അരയിലും കഴുത്തിലും കെട്ടിപ്പോണവരുണ്ട് കേട്ടോ. ഹജ്ജ് മഖ്ബൂലും മബ്രൂറും ഇതൊക്കെ വേണമെന്നാണ് ഏറ്റവും ധാരണ. ഇതൊക്കെ എന്താ? ഇന്ന റുക്കാവത്തമായി മവത്തിവലത്തെ ഷിർക്കും, ഉറുക്ക്, മന്ത്രം, ഇതൊക്കെ ചെയ്യുന്നത് ഷിർക്കാന്നാണ് റസൂലുള്ള പറഞ്ഞത്. അപ്പൊ ഈ ഷിർക്കിൽ നിന്നൊക്കെ മുക്തരാവണം. ചിലവരിപ്പോ നല്ല ദിവസം നോക്കും ഈ ഹജ്ജിന് പോകണം അല്ലേ? അവരുടെ പ്ലെയിൻ വെള്ളിയാഴ്ച നിൽക്കുക. അപ്പൊ വെള്ളിയാഴ്ച പുറത്ത് ഇറങ്ങാൻ പാടില്ല, നേഴ്സുണ്ട് പറയും ഉസ്താദ്, പറ്റില്ല അറിയും. അപ്പൊ പിന്നെ നേഴ്സില്ലാത്ത ദിവസം ഏതാ? ബുധനാഴ്ച. എന്നിട്ട് ഈ സാധു ബുധനാഴ്ച പുറേന്നിറങ്ങുമ്പോ എന്നിട്ട് എയർപോർട്ടിന്റെ അവിടെ റൂം എടുത്തിട്ട് താമസിക്കുക. ഓന്റെ ഹജ്ജ് അപ്പൊ തന്നെ പോയില്ലേ? എന്താ കാരണം? അള്ളാനെ ചീത്ത പറയുകയാണ്. അങ്ങനെ കുർസി ഹദീസിൽ വന്നത് ഒരു അള്ളാഹു ആണ് രാവും പകലും ദിവസങ്ങളും ഉണ്ടാക്കിയത്. യസുബുനി ഇബ്നു ആദം എന്നാ, ആദമിന്റെ മക്കൾ എന്നെ ചീത്ത വിളിക്കുന്നു എന്നാണ് റസൂലുള്ള പറയുന്നത്. എന്താ കാരണം? ദിവസങ്ങൾക്ക് ഗുണവും ഗണവും നിശ്ചയിച്ചാൽ അത് അള്ളാഹുവിന്റെ ആളുടെ ദിവസങ്ങളുടെ അല്ലല്ലോ. അപ്പൊ അത്തരം ആളുകൾ അള്ളാഹിനെ ചീത്ത വിളിക്കുന്ന സമാണ്. ഇതൊക്കെ നമ്മളെ കുടുംബത്തിലും നമ്മളുടെ കൂട്ടുകാരിലും നമ്മളുടെ ബന്ധുക്കളിലും ഒക്കെ ഉണ്ടാവും. എന്നിട്ട് ഒരു നമ്മോട് പറയുന്നത് മക്ബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് വരാൻ നിങ്ങൾ ദ്വാരക്കണം അല്ലേ? എന്താ കാരണം? യാതൊരുവിധ അറിവുമില്ല. അതാ കാരണം. ഏതായിരുന്നാലും നമുക്ക് ആദ്യമായി അള്ളാഹുവിനെ ആരാധിക്കാൻ ഉണ്ടാക്കിയ ഭവനം കഅബയിലാണ്. ഒരിക്കൽ അബൂദറുൽ ഗഫാരി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയോട് ചോദിച്ചു, അൻ അവ്വലി മസ്ജിദിൻ ഉലിയ ഫിൽ അർള്, ഭൂമിയിൽ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി ഏതാണ് നബിയോട് ചോദിച്ചു.
ഫഖാല, അപ്പം നബി പറഞ്ഞു അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമാണ്. പിന്നെ അദ്ദേഹം ചോദിച്ചു സുമ്മ അയ്യുൻ, പിന്നെ ഏതാന്ന് ചോദിച്ചു. കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു രണ്ടാമത്തെ പള്ളി, ലോകത്തെ രണ്ടാമത്തെ പള്ളി അൽ മസ്ജിദുൽ അഖ്സ. അതാണ് ആദ്യത്തെ പള്ളി മസ്ജിദുൽ ഹറാം, രണ്ടാമത്തെ പള്ളി മസ്ജിദുൽ അഖ്സ. കേട്ടോ ഇനിയോ? അപ്പൊ സുമ്മക്കാല, എന്നിട്ട് അദ്ദേഹം പിന്നെ ചോദിച്ചു കം ബൈനഹുമ, മസ്ജിദുൽ ഹറാമിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും ഇടയിലുള്ള കാലദൈർഘ്യം എത്ര, ഇത് രണ്ടും ഉണ്ടാക്കാനുള്ള? റസൂലുള്ളാഹി പറഞ്ഞു കാല 40 ആമൻ, 40 വർഷം. 40 വർഷത്തെ ഗ്യാപ്പിലാണ് മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും നിർമ്മാണം നടന്നത്. കേട്ടോ സുലൈമാൻ നബിയുടെ കാലത്താണല്ലോ മസ്ജിദുൽ അഖ്സ. അപ്പം അദ്ദേഹം പിന്നെയും ചോദിച്ചു സുമ്മ അയ്യുൻ, പിന്നെ ഏത് പള്ളിയാന്ന് ചോദിച്ചു. മൂന്നാമത്തെ പള്ളി. കാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ മസ്ജിദുൻ നബവി, അതാണ് മസ്ജിദുൻ നബവി മദീനത്തെ മൂന്നാമത്തെ പള്ളി. പിന്നെയാണ് ലോകത്തുള്ള എല്ലാ പള്ളികളും. കേട്ടോ ഈ പള്ളി അടക്കം. ഏതായാലും പള്ളികൾ എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ആളുകൾക്ക് ഹജ്ജ് ചെയ്ത് തിരിച്ചു വന്നാൽ ഇപ്പോൾ പ്രസവിച്ച കുഞ്ഞിനെ പോലെ അതോടൊപ്പം സ്വർഗത്തിന്റെ പ്രതിഫലവും. അപ്പൊ ഇതാർക്കാണ്? ഇതാരാപ്പത് പോയവർ മുഴുവൻ ഹജ്ജിന് സമ്പത്ത് ആരോഗ്യം ഒക്കെ ഉള്ളവരാണ്, അല്ലാണ്ട് ആരോഗ്യമൊക്കെ പോയതിനു ശേഷമുള്ളവരല്ല. കേട്ടോ സമ്പത്ത് ആരുടെയും കടം വാങ്ങിയിട്ടില്ല, ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങിയിട്ടില്ല ഹജ്ജിന് കൊണ്ട്. കേട്ടോ അങ്ങനെ പോകുന്നവരുണ്ട് ഈ കാലത്ത്. ഹജ്ജിന് ലോണുണ്ട്, എല്ലാത്തിനും ലോണാണല്ലോ. ഇങ്ങോട്ട് വിളിക്കുകയാണ് ലോണ് വേണോ ഹജ്ജിന് പോകാൻ. അപ്പൊ ചില ആൾക്കാരായിരിക്കും മക്ബൂലും മബ്റൂറായ അല്ലാഹുവിന്റെ ഖദറല്ലേ എന്നെ വിളിച്ചത്. മൂപ്പർ ന്യായീകരണ ബാങ്കിലെ മാനേജർ എന്നെ വിളിക്കാൻ കാരണം അള്ളാന്റെ ഖദർ കലാണ്. എന്താപ്പ എന്നൊക്കെ പറയാ. അപ്പോ എന്നിട്ട് ആ പൈസ വാങ്ങി ഹജ്ജിന് പോവുക. ഇന്ന് നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച കുറെ പാവങ്ങൾ ഇതേപോലെ നബിന്റെ അടുത്ത് വന്നു. അപ്പൊ നമ്മളൊന്നും ഇപ്പൊ ഹജ്ജിന് പോയിട്ടില്ല. ഹജ്ജിന് പോയവരുണ്ട്, മുൻകാലങ്ങളിൽ പോയവരുണ്ടാവും, ഇനി ഈ കൊല്ലം പോകാത്തവരുണ്ടാവും അല്ലെ. പക്ഷെ എന്തായാലും ഞങ്ങളോടൊരു കാര്യം പറഞ്ഞില്ല, ഇബാദത്തുൽ ഉംറ. അതാ റസൂലുള്ളാഹി പറഞ്ഞു ഇബാദത്തുൽ ഉംറ എന്താ? ഉംറ പറഞ്ഞാൽ ആയുസിന്റെ ഒരൊറ്റ ഹജ്ജ് അള്ളാഹു ഫർലാക്കിയിട്ടുണ്ട്, ഒറ്റൊന്നും മറക്കണ്ട. പിന്നെ ഉള്ളൊക്കെ യാത്ര ആയിരിക്കും മിക്കവാറും. അതുകൊണ്ട് നമുക്ക് നോക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വളരെ പാവപ്പെട്ട കുറെ ആളുകൾ, നാസുമിനൽ ഫുഖറാ, ദരിദ്രരായ കുറെ ആൾക്കാർ നബിന്റെ അടുത്ത് വന്നു. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലിനോട് റഹബ അഹ്ലുദ് ദുസൂർ ബിൽ ലുജൂർ, അള്ളാഹുവിന്റെ പ്രവാചകരെ സമ്പന്നന്മാരായ ആളുകൾ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കൊയ്തെടുക്കുകയാണ്, ഇഷ്ടം പോലെ അള്ളാഹുവിന്റെ പ്രതിഫലം വാങ്ങിക്കൂട്ടുകയാണ്. അപ്പോൾ അതിന് എന്നൊരു കാരണം പറഞ്ഞു. അതിന്റെ കാരണം എന്താ അറിയോ? പണക്കാർ അള്ളാഹുവിന്റെ സ്വർഗത്തോപ്പ് വാങ്ങുന്നു, നമ്മൾ കിട്ടുന്നില്ല. നമ്മൾ പാവങ്ങളല്ലേ, നമ്മളല്ലല്ലോ ആക്കിയേ. അപ്പൊ റസൂലുള്ളാഹിയോട് പറയാം യുസല്ലൂന കമാൻ യുസല്ലി, അവർ നമസ്കരിക്കുന്നു കമാൻ യുസല്ലി, ഞങ്ങൾ നമസ്കരിക്കുന്നത് പോലെ സമ്പന്നന്മാരായ ആളുകൾ നിസ്കരിക്കുന്നു. യസൂമൂന കമാൻ യസൂമു, അവർ നോമ്പ് നോൽക്കുന്നു, നമ്മൾ നോമ്പ് നോൽക്കുന്നത് പോലെ തന്നെ അവരും നോമ്പ് നോൽക്കുന്നു. വലഹും ഫൗലും മിൻ അംവാൽ, അവർക്ക് ജീവിതം കഴിച്ച് ബാക്കി ഒരുപാട് പൈസ ബാക്കിയുണ്ട്. ആ പൈസ കൊണ്ട് അവർ യതസദ്ദഖൂൻ, അവർ ധർമ്മം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോഴോ പിന്നെ യഹുജൂൻ, അവർ ഹജ്ജിന് പോകുന്നു. യഅ്തമിറൂൻ, അവർ ഉംറക്ക് പോകുന്നു. യുജാഹിദൂൻ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരത്തിനായി ധനം ചെലവഴിക്കുന്നു. യതസദ്ദഖൂൻ, അവർ ധർമ്മം ഇഷ്ടം പോലെ നൽകുന്നു. ഇതൊക്കെ ചെയ്യാൻ പണക്കാർക്ക് ഒരുപാട് അവസരങ്ങൾ അല്ലാഹു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്നും ഇല്ലല്ലോ റസൂൽ, നമ്മൾ പാവങ്ങളല്ലേ. റസൂലുള്ളാഹിന്റെ മറുപടി അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾ അറിയണം, അലാ ഉഖ്ബിറുക്കും, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കേട്ടയോ, ഇൻ അഖൽതും അദറക്തും സദഖക്കും, അത് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിച്ചാൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഇൻ അഖൽതും, നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞതിന്റെ കാര്യം നിങ്ങൾ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അദറക്തും സദഖക്കും, നിങ്ങൾക്ക് അവരുടെ ദാനധർമ്മത്തിന്റെ കൂലിയും ഹജ്ജിന്റെ കൂലിയും ഒക്കെ നിങ്ങൾക്കും കിട്ടും, ഞാൻ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ എന്താ നബി പറഞ്ഞു കൊടുത്തത്? നബി പറഞ്ഞു കൊടുക്കുകയാണ് ദിക്റുല്ലാഹി തആല ബഅദ സ്വലാത്ത്, നമസ്കാരം ശേഷമുള്ള ദിക്ർ ഒന്നാമത്തെ നബി പഠിപ്പിച്ചതാണ്. അപ്പം എന്താ നമസ്കാരം ശേഷമുള്ള ദിക്ർ? അൽഹംദുലില്ലാഹ് 33 വട്ടം. അല്ല അതിങ്ങനെ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു തീർക്കല്ല. അള്ളാഹുവിനാണ് പടച്ചോനെ ഏറെ സ്തുതിയും എന്ന് കൽബിൽ വന്നിട്ട് രണ്ടാമത്തെ പറയാവൂ കേട്ടോ. മറ്റത് വെറും ഒഴിച്ചിലാണ്, അതല്ല. അത് എല്ലാവരും ചെയ്യുന്നുണ്ട്.
പക്ഷേ ഒരു സാധുവായൊരു മനുഷ്യൻ 33 പ്രാവശ്യം അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അവനെന്തായി? ഹജ്ജിന്റെ കൂലിയും ഒക്കെ കിട്ടി. ഉണ്ടാവും. പണമില്ല, ഹജ്ജിന് പോയിട്ടില്ല, ബേജാറാവണ്ട. ദിക്ർ നിർവഹിച്ചാൽ തന്നെ ഹജ്ജിന്റെ പ്രതിഫലം. പക്ഷെ ആ ദിക്ർ നമ്മളതല്ല. ഞാൻ പറഞ്ഞത് നമ്മളത് ഹമസത്തുൽ ലിസാൻ, നാവിന്റെ പിറുപിറുക്കൽ എന്നാണ് നബി പറഞ്ഞത്. കൽബിൽ വരണം സുബ്ഹാനല്ലാഹ്, അല്ലാഹു പരിശുദ്ധൻ. അത് കൽബിൽ വന്നതിന് ശേഷം രണ്ടാമത്തെ പറയാവും. അങ്ങനെ 33 5 നേരവും പറയാൻ തുടങ്ങുമ്പോൾ കൽബ് ഇങ്ങനെ വെളിച്ചത്തിലേക്ക് വരും. അതിലൊരു 100 വരും. ആ 100 നമ്മൾ കിട്ടേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഹജ്ജിന് പോകാൻ പൈസ ഇല്ല, അപ്പോൾ ആ സമയത്ത് പണം അടച്ച് കിട്ടിയില്ല. അതിന്റെ ഇടയിൽ ചില ആൾ വിചാരിച്ചു അന്ന് ഉംറക്ക് പോയേക്കാൻ. അപ്പോ റസൂൽ പറയാം, ഉംറത്തുൻ ഫി റമളാൻ, റമളാനിൽ നിർവഹിക്കുന്ന ഉംറ തഖ്ലി ഹജ്ജൻ, ഹജ്ജ് നിർവഹിക്കുന്നതിന്റെ കൂലിയാണ്. റമളാനിൽ ഒരാൾ ഉംറക്ക് പോയാൽ ഹജ്ജ് നിർവഹിച്ച കൂലിയാണ്. ഔ ഹജ്ജത്തമായി, അല്ലെങ്കിൽ റസൂലുള്ളാന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ കൂലി. റസൂലുള്ളാന്റെ കൂടെ ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് റമളാനിൽ ഉംറക്ക് ഒരാൾ പോയാൽ. അപ്പോൾ ഓരോ വിഷയങ്ങളിലും പാവപ്പെട്ട ആളുകൾക്ക് പല സന്ദർഭങ്ങളും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് എന്ത് വേണമെന്നറിയോ? ആദ്യത്തെ എന്താ വേണ്ടി അറിയോ? ഹജ്ജ് നിർവഹിക്കാൻ കഴിയാത്ത ആളുകൾ ചെയ്യേണ്ട എന്താ അറിയോ? ഈ ദിക്റൊക്കെ ചെയ്യുമ്പോൾ, ഞാനിപ്പോ പറഞ്ഞ ഏർപ്പാടുകളൊക്കെ ചെയ്യാൻ പോകുമ്പോൾ അനിയ്യത്തു സാദിഖ, ആത്മാർത്ഥമായ ഒരാഗ്രഹം മനസ്സിലുണ്ടാവണം. എന്റെ ഈ ദിക്ർ അല്ലാഹുവേ നീ കേൾക്കണം, ഇതിന്റെ പ്രതിഫലം എനിക്ക് കിട്ടണം, അല്ലാഹുവേ ഇതിന് നീ ഹജ്ജിന്റെ പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്, അതെനിക്ക് കിട്ടണമെന്ന് ഉന്നതമായ നിയ്യത്ത് വേണം കേട്ടോ. അതാ ആദ്യം വേണ്ടത്. അല്ലെ, എനിക്കറിയാലോ, സഹീഹുൽ ബുഖാരിയിൽ കിതാബ് മറിച്ചാൽ ആദ്യം കാണുന്ന ഹദീസ് എന്താ അറിയോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. അതാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇൻ മാ നവ ഫമൻ കാനത് ഹിജ്റത്തുഹു ലി ദുനിയ യുസീബുഹ. ഒരാള് നിയ്യത്തനുസരിച്ചാണ്, എത്ര ആഗ്രഹമുണ്ടോ അതനുസരിച്ച് അള്ളാന്റെ അടുത്ത് കൂലിയിട്ട്. അപ്പൊ ആഗ്രഹമാണ് ആദ്യം വേണ്ടത്. പഠിച്ചോനെ, എന്റെ ഈ ദിക്റുകൾ വെറുതെ ഇങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അടിച്ചു വിട്ടാളാ എന്നിട്ട് വേഗം പായാന്നുള്ളവർക്കുള്ള ആ ദിക്റല്ല കേട്ടോ. അല്ലെങ്കിൽ കുറച്ചാൾ ബട്ടത്തിൽ ഇരുന്നിട്ട് ഒരാൾ ചൊല്ലിക്കൊടുത്ത് വേറെ ആൾ ചെല്ലുന്ന ദിക്റുമല്ല. ആ ഹൽക്കൊന്നും റസൂല പഠിപ്പിച്ചില്ല കേട്ടോ. ഇങ്ങനെ ഇവിടുന്ന് വഴി വിടുക, ഷെയ്ത്താൻ കൂട്ടിക്കൊണ്ടു. അങ്ങനെ ദിക്റിന് ഹജ്ജിന്റെ കൂലിയുണ്ട്. എന്നാ പിന്നെ കഴിഞ്ഞ ഒരാളെ നേതൃത്വത്തിലായിക്കോട്ടെ. അപ്പൊ ഒരു ഉസ്താദ് വന്നു, ഉസ്താദ് ഭയങ്കര ഉഷാറിൽ വന്ന് കുറെ ആൾക്കാരെ ഹൽക്കാക്കി വട്ടത്തിലാക്കി ഇരുത്തി ഹൽക്ക. എന്നിട്ടൊരാള് ചൊല്ലിക്കൊടുക്കണം അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ. ഇങ്ങനെ ദിക്ർ ചെയ്യുന്ന സമ്പ്രദായം നബി പഠിപ്പിച്ചില്ല കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഖുദുവന്നി മനാസികക്കും, എന്നിൽ നിന്ന് പഠിക്കണം നിങ്ങൾ അള്ളാന്റെ ദീന് കേട്ടോ, എന്നിട്ട് ചെയ്യാവും. അപ്പൊ എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു ചെയ്തത് നിയ്യത്തനുസരിച്ച് പ്രതിഫലം കിട്ടും. അതുകൊണ്ട് എന്ത് വേണം? ഉന്നതമായ ആഗ്രഹത്തോട് കൂടിയിട്ട് ദിക്റില്ല കേട്ടോ. ശരി, അടുത്ത് ഇനിയിപ്പോ ജുമാ കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് ദിക്ർ ഇങ്ങനെ വെറും പിശാചിനെ സന്തോഷിപ്പിക്കുന്ന ദിക്റാണെങ്കിൽ നിങ്ങൾ ചെല്ലണ്ട. അള്ളാഹനെ സന്തോഷിപ്പിക്കും വിധം കൽബ് ശുദ്ധമാണോ എങ്കിൽ കുറച്ച് സമയം എടുത്ത് ദിക്ർ ചൊല്ലിയിട്ട് പോയിക്കോളി കേട്ടോ. ആളെ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ടാവരുത് കേട്ടോ. സുംഅത്ത്, പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഇയാൾ നല്ല തക്കുവള്ള ആളാണെന്ന് മറ്റുള്ളവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയില്ല. അതാണല്ലോ ഏറ്റവും വലിയ അപകടം, സുംഅത്ത്. മറ്റൊന്ന് റിയാദ്. അതല്ലേ ഹജ്ജിന് പോകുന്ന ആള് അയാളുടെ കൽബിൽ ആദ്യം വെക്കേണ്ട നിയ്യത്തെന്താ? ലാ റിയാദ്, പടച്ചോനെ ആളെ കാണിക്കാനല്ല ഞാൻ പോകുന്നത്, വലാ സുംഅ, ഒരു പ്രശസ്തിയും എനിക്ക് ആവശ്യമില്ല. പിന്നെ വേണ്ടത് ഫീ വജ്ഹില്ല, അള്ളാന്റെ പ്രീതി. അതൊക്കെ കൽബിൽ കരുതിയേ പോകാൻ പാടുള്ളൂ കേട്ടോ. അത് എന്തിനായിരുന്നാലും കേട്ടോ, നിസ്കാരായാലും അങ്ങനെ തന്നെ, സക്കാത്തായാലും അങ്ങനെ തന്നെ, ഒക്കത്തിനും ഒരു പ്രശസ്തിക്ക് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ആളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കണ്ട കേട്ടോ. ചിലവര് വിചാരം ഈ കല്യാണം കഴിക്കാനാണ് ചില ചെറുപ്പക്കാർ പള്ളിയിൽ കയറുന്നത്. അതിനാ അതുവരെ നിസ്കരിക്കേണ്ട കാളൂട്ടി നടന്നതാ. കാരണം ആരെയും പള്ളിയിൽ വന്ന് അന്വേഷിച്ചാൽ പിയാപ്പളാമ്പടം ഉണ്ടാലുണ്ട്, പള്ളിയിൽ ഉണ്ടാലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാണലുണ്ട്. മറ്റേ പള്ളി എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഒരു ചതുർത്ഥി കഴിഞ്ഞ്. പക്ഷെ കല്യാണമൊക്കെ ആലോചിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ അമ്മ എന്നെ പറയും, ഒന്ന് പള്ളിക്ക് പോയിക്കടാ, എല്ലാരും ഒന്ന് കണ്ടോട്ടെ എന്നെ പള്ളിക്കൊന്ന്. അപ്പോ തുടങ്ങിയത് തന്നെ പെണ്ണെട്ടാനാ. അല്ലാണ്ട് ഓനക്ക് ആഹാരം കിട്ടാനോ കബറിൽ രക്ഷപ്പെടാനോ സ്വർഗം നേടാനോ നരകത്തിൽ രക്ഷപ്പെടാനോ അവന്റെ അമ്മ എന്നെ പറഞ്ഞു കൊടുത്താലാ. 4 ആളെന്നെ അറിയട്ടെ ഈ പള്ളിക്കൽ വരുന്നുണ്ട്.
അതാണ് ചെയ്യുക. അപ്പൊ ഹജ്ജിന് പോകണമല്ലോ തന്നെ. ചിലവർ മുൻകാലത്തൊക്കെ പതിവല്ലാണ്ടില്ല. മുൻകാലത്തൊക്കെ ഹജ്ജിന് പാടിച്ചാൽ തന്നെ ഒരു ലെറ്റർ പേഡ് അടിച്ചുണ്ടാക്കും. ആയത് തന്നെ അബൂബക്കർ ഹാജി ലെറ്റർ പേഡ് ആദ്യം ഉണ്ടാകുക. ഹജ്ജ് തിരിച്ച് പോണതിന് മുമ്പ് തന്നെ ഇവിടെ അടിച്ചു വെക്കും. മൂപ്പര പുറന്റെ മുകളിൽ അതുവരെ ഉണ്ടായിരുന്നത് എന്തെങ്കിലും മനസ്സിലായിരിക്കും. അതൊക്കെ ബോർഡൊക്കെ മാറ്റി അബൂബക്കർ ഹാജി വല്ല PhD ഒക്കെ എടുത്തോലെ വായി കേട്ടോ. ഇതൊക്കെ പറയുമ്പോ ചിലവരെ പുരയിലിപ്പുണ്ടാവും കഴിച്ചു വെച്ചാൽ കേട്ടോ ബോർഡ്. അങ്ങനത്തെ ലെറ്റർ പേഡൊക്കെ ഇപ്പൊ പഴയ കാലത്തെ മാതിരിയല്ല. ഇപ്പൊ ആളുകൾക്ക് അങ്ങനെ ഹാജി ഒന്നും വിളിച്ചാലൊന്നും പഴയ ആൾക്കാരെ മാത്രം ആരെങ്കിലും ഹാജി എന്ന് വിളിക്കുകയുണ്ടാവും അല്ലേ. ഇപ്പൊ അങ്ങനെ വല്ലാണ്ട് ആരും വിളിക്കുന്നില്ല. എന്താ കാരണം? ചെറുപ്പക്കാർക്ക് കേൾക്കുന്ന ദേശീയ. കാരണം ഞാനൊരു വയസ്സനാന്ന് ധരിച്ചു വെച്ചിട്ട് യുവാവായപ്പനെ ഹാജി വിളിക്കുന്നു. ചിലർ സ്വന്തം ഉമ്മാരും എന്നെ വിളിക്കുന്നുണ്ട്. അതെ, ഇളയറ്റികളോട് പറയാ സ്വന്തം മോനെ പറ്റി, പറമ്പിൽ ഔക്കറായി ഉണ്ടോ നോക്കുന്നു. ഇതേതാ ഔക്കറായി? ഈ ഉമ്മന്റെ മൂത്ത മോയെ. അങ്ങനെ വിളിപ്പിക്കുന്നു. ഇതൊക്കെ ഇബിലീസിന്റെ സന്തതികളാ കേട്ടോ. അത് കൂടുതലും മലപ്പുറം ജില്ലയിലാണ് ഉണ്ടാകുക ഈ ശബ്ദം ഞാനിപ്പോ പറഞ്ഞു. അത് കോഴിക്കോട് ജില്ലയിൽ കുറവായിരിക്കും. പിന്നെ ഉണ്ടെങ്കിൽ റൂറൽ ഏരിയയിൽ ഉണ്ടാവും. പോട്ടെ. അപ്പൊ ഇനി നമുക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടാനുള്ള ദിക്ർ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത് നമ്മൾക്കിപ്പോ ഹജ്ജിന്റെ കൂലി കിട്ടണല്ലോ കേട്ടെ. അപ്പൊ അതിന് നമുക്ക് അടുത്ത് ചെയ്യാം. റസൂലുള്ള പറയാം, മൻ ഖദാഇൽ മസ്ജിദ്, ഒരാൾ പള്ളിയിലേക്ക് പോയി, ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമ, ഒന്നുകിൽ പള്ളിയിലേക്ക് പോയത് ഖൈറ് പഠിക്കാൻ, ഖൈറ് കേൾക്കാൻ, അല്ലെങ്കിൽ ഖൈറ് പഠിപ്പിക്കാൻ. ഇപ്പൊ നിങ്ങൾ വന്ന എന്തിനാ? എന്തെങ്കിലും ഖൈറ് കേൾക്കാൻ അല്ലേ. ഞാൻ വന്നതോ എന്തെങ്കിലും ഖൈറ് പറയാൻ. എന്നാലോ റസൂലുള്ള പറയാം, ലാ യുരീദു ഇല്ലാ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കാജിരി ഹാജ്. ആ ആൾക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. ഒരു ഹാജിക്ക് കിട്ടുന്ന പ്രതിഫലം ഉണ്ടാവും. അപ്പൊ നിങ്ങളെ മനസ്സ് എത്രമാത്രം വിശുദ്ധാവണല്ലേ ഇവിടെ ഇരിക്കുമ്പോ. പിന്നെയോ അവർ റസൂലുള്ള പറയാൻ അജിരി ഹാജിൻ താമ ഹജ്ജത്തോ, പരിപൂർണമായ മക്ബൂലും മബ്രൂറുമായ ഒരു ഹാജിയുടെ പ്രതിഫലം ആർക്ക് കിട്ടും? ഇത് കേൾക്കണം, പഠിക്കണം എന്നുള്ളവർക്ക് ഖുർആൻ പഠിക്കണം അല്ലെങ്കിൽ ഇസ്ലാം പഠിക്കണമെന്ന് മനസ്സിലാക്കി വരുന്ന ആള് അങ്ങനെ പഠിപ്പിക്കാൻ പറ്റുന്നത് കൂലി ഉണ്ടാവും. ഇനിയോ അപ്പൊ ഒരു ഹജ്ജിന്റെ കൂലിയും കൂടിയായി അല്ലേ. അത് എപ്പോഴും ആവാം. വെള്ളിയാഴ്ച ജുമാക്ക് വരുമ്പോഴാവാം, അല്ലാതെ നിങ്ങൾക്ക് ക്ലാസ്സുകളിലാവാം. അങ്ങനെയൊക്കെ പോകുമ്പോൾ പഠിച്ചോനെ എനിക്ക് ഒരു ഹജ്ജിന്റെ കൂലി കിട്ടണം എന്ന നിയ്യത്തോടി പോകണം. ഇനി അടുത്തതോ റസൂലുള്ള പറയാം, ശുഹൂദുൽ ഫറായിൽ ജമാഅത്തൻ ഫിൽ മസാജിദ്, ഫർള് നമസ്കാരത്തിന് പള്ളിയിൽ ജമാഅത്തായിട്ട് ഹാജരാകുക കേട്ടോ. എന്നാലോ മൻ മശായിര സലാത്തി മക്തൂബ, ഫർളായ നമസ്കാരത്തിലേക്ക് ആരെങ്കിലും നടന്നുപോയി ഫിൽ ജമാഅത്തി, അങ്ങനെ ജമാഅത്തായി നിസ്കരിച്ചാൽ ഫഹിയക അജ്രി ഹാജ, ഓനും ഹജ്ജിന്റെ പ്രതിഫലമുണ്ട്. ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നതിന് ഒരു കഴിവില്ലാത്ത പാവം, ഓന്റെ കയ്യിലൊന്നുമില്ല, ഓൻ ആരോഗ്യമില്ല. അപ്പൊ പള്ളിയിൽ ജമാഅത്തായി നിസ്കരിച്ചാലും ഹജ്ജിന്റെ കൂലി. അപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഹജ്ജിന് പോകാൻ കഴിയാത്തവർക്കും ഹജ്ജിന്റെ പ്രതിഫലം നേടാൻ ഇസ്ലാം ഒരുപാട് അവസരങ്ങൾ വെച്ചിട്ടുണ്ട്. അതിൽ ആണിപ്പോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇനിയോ റസൂലുള്ള പറയാം, അതിനൊരു നിബന്ധന പറഞ്ഞു. അങ്ങനെ പറഞ്ഞറിയോ, മൻ ഖറജ മിൻ ബൈത്തിഹി മുതത്തഹിറൻ ഇലാ സലാത്തി, നമസ്കാരത്തിലേക്ക് വരും മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഉളു ഉണ്ടാക്കി വരണം. എന്നാലോ ഫഅജ്റുഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിം, ഇഹ്റാം കിട്ടിയ ഹാജിയുടെ കൂലി തന്നെയാണ്. പുരയിൽ നിന്ന് ഉളു ഉണ്ടാക്കി പള്ളിയിലേക്ക് വന്ന് ജമാഅത്തായി നമസ്കരിച്ചു, വളരെ വിശുദ്ധ മനസ്സോടുകൂടി, കൽബ് നൂറായി, ഉള്ളു വെളിച്ചം വരണം എങ്കിൽ ഹജ്ജിന്റെ പ്രതിഫലം ഉണ്ടാവും. അപ്പോ എത്ര അവസരമല്ലേ, ചെറിയ അവസരങ്ങളൊന്നല്ല. ഓരോ ജമാഅത്ത് നമസ്കാരത്തിനും ഹജ്ജിന്റെ പ്രതിഫലം പറയുന്നു. ഇനിയും റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരുപാട് അനുഗ്രഹങ്ങളുള്ള അള്ളാഹുവിന്റെ ഏറ്റവും വലിയ കാരുണ്യവും കരുണയുടെ കരകാണാ കടലായ അള്ളാഹുവിന്റെ അനുഗ്രഹീതമായ പ്രതിഫലം എല്ലാം നൽകിയിട്ടും നമ്മൾ മരിച്ചു പിരിയുമ്പോൾ നമുക്ക് സ്വർഗമില്ലെങ്കിൽ നമ്മളെപ്പോലത്തെ നിർഭാഗ്യവാന്മാരാരും ഉണ്ടാവില്ല. അതുകൊണ്ട് മരണപ്പെടുമ്പോൾ ലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിങ്ങളായിട്ടല്ലാതെ മരിക്കാൻ ഇടവരരുത്. അതിനുവേണ്ടിയുള്ള അധ്വാനത്തിൽ യത്നിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف المرسلين
وعلى آله وأصحابه الطيبين الطاهرين. أيها الإخوان والأخوات أوصيكم ثانيا وإياي بتقوى الله. പ്രിയമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പകർത്തി വിശുദ്ധരിൽ വിശുദ്ധരാകാൻ, ജീവിതം മുഴുവൻ സംശുദ്ധമാവാൻ ശ്രമിക്കുന്ന മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുന്ന മറ്റൊരവസരവും കൂടി കേട്ടോളൂ. നമ്മളൊക്കെ സാധാരണ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ പ്രതിഫലം വാങ്ങാൻ കഴിയുന്നതാണ്. പഠിക്കണം, അപ്പോഴേ ഉണ്ടാവുള്ളൂ. മൻ സല്ലൽ ഗദാത്ത്, ആരെങ്കിലും സുബൈ നമസ്കരിച്ചു, ഫി ജമാഅത്തായിട്ട്, സുമ്മ ഖഅദ, പിന്നെ അവിടെ തന്നെ ഇരുന്നു, സലാം വീട്ടിട്ട് പോയില്ല, പുറത്തേക്ക് പോയില്ല. സുമ്മ ഖഅദ യദ്കുറുല്ലാഹ്, അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും തൻ്റെ ഇന്നലകളിലെ എല്ലാ കുറ്റങ്ങളും പാപങ്ങളും റബ്ബിന്റെ മുമ്പിൽ നിരത്തി വെച്ച് പ്രാർത്ഥിച്ചു സുബൈക്ക് ശേഷം. എന്നിട്ടോ ഹത്താത്തത്തുൽ ശംസ്, ആ ഇരുത്തം എവിടെ വരെ ഇരുന്നു? ഹത്താത്തത്തുൽ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ. അങ്ങനെ സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ സുമ്മ സല്ലാ റക്അത്തൈനി, സലാത്തുൽ ഇശ്റാഖ്, അല്ലേ? 2 റക്അത്ത് സലാത്തുൽ ഇശ്റാഖ് നിർവഹിച്ചു. സലാത്തുൽ ഇശ്റാഖ് അറിയില്ലേ? സലാത്തുൽ ലുഹക്ക് പറയുന്ന, സലാത്തുൽ ലുഹ എന്ന് പറയുന്നു, സലാത്തുൽ ഇശ്റാഖ് എന്നൊന്നും ഒന്നാണ് കേട്ടോ. ചിലവർ സ്വലാത്തുൽ ഇശ്റാഖ് വേറെയും സലാത്തുൽ ലുഹ വേറെയായിട്ട് ഇങ്ങനെ റസൂല പഠിപ്പിക്കാത്തൊക്കെ ചെയ്യാൻ ഇബ്ലീസിന് ഭയങ്കര മൈലേജാണല്ലോ. അപ്പൊ ഇബ്ലീസ് ഇശ്റാഖ് സ്കെച്ച് വേറെ, ലുഹ വേറെ സ്കെച്ച്. ഇപ്പോഴോ റസൂലുള്ളാഹിനെ യാ അയ്യുഹല്ലദീന ആമനു അത്തിയുല്ലാഹ വ അത്തിയു റസൂൽ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം. വല അത്തുബുത്തിലു അഅ്മാലക്കും എന്നാ ഖുർആൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ അഅ്മാലുകൾ, പ്രവർത്തനങ്ങൾ നശിപ്പിക്കരുത്. അള്ളാഹു റസൂലും പറയാത്ത ചെയ്താൽ, അള്ളാഹു റസൂലും പറയാത്ത ചെയ്താൽ എല്ലാം പൊളിഞ്ഞു പോകും. അതറിയണം കേട്ടോ. ഖുർആൻ പറയാൻ ലാ തുബ്തിലു അഅ്മാലക്കും, നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെ അനുസരിക്കാതെ അമലുകൾ തകർത്തെറിയരുത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് 2 റക്അത്ത് നിസ്കരിക്കുക. അത് സ്ത്രീകൾക്കും നിസ്കരിക്കുക, പറയാൻ നിസ്കരിക്കാലോ. കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറ, ആ വ്യക്തിക്ക് ഒരു ഹജ്ജിന്റെയും ഒരു ഉംറയുടെയും പ്രതിഫലം. അങ്ങനെയുണ്ട്. ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന, സ്വർഗ്ഗമില്ലാത്ത പ്രതിഫലം ഇല്ല. ആ പ്രതിഫലം ഹജ്ജിന് പോകാത്തവർക്ക് പോലും നേടാൻ പറ്റാവുന്ന ഇസ്ലാമിക നിയമങ്ങൾ കേട്ടോ. അതിന് ഞാൻ ആദ്യം പറഞ്ഞത് ശിർക്കിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെയോ വേറൊരു കാര്യം കൂടി പറയാം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയോട് ഏറ്റവും കൂടുതൽ നബിയെ ദ്രോഹിച്ച, ഇസ്ലാമിനെ തകർത്തെറിയാൻ ബദർ യുദ്ധത്തിൽ പോലും പങ്കെടുത്തൊരു വ്യക്തിയാണ് അംർ ഇബ്നുൽ ആസ്. കേട്ടില്ലേ? ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാം, അല്ലേ? അംർ ഇബ്നുൽ ആസ്, അദ്ദേഹം ബദറിൽ പോലും നബിക്കെതിരിൽ പങ്കെടുത്ത ആളാണ്. അങ്ങനെ അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹിന്റെ പ്രവാചകരെ, ഞാൻ ചെയ്തു കൂട്ടിയ അക്രമങ്ങൾ ചെറുതല്ല. ഞാനെങ്ങാനും ആ സമയത്ത് മുസ്ലിം ആകുന്നതിന് മുമ്പ് അള്ളാഹു എന്നെ മരിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ ഹാലെന്താന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മരണവേളയിൽ പൊട്ടിക്കരയുന്നുണ്ട്. ഇതേ ആള് റസൂലുള്ളാഹിനോട് യുദ്ധമൊക്കെ കഴിഞ്ഞിട്ടെ, മുസ്ലിം ആകുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ പടച്ചോനെ എന്റെ യാത്ര എങ്ങനെ ആവുമെന്ന് പറഞ്ഞിട്ട് കരയ. അപ്പം മകൻ ചോദിച്ചതാ കരഞ്ഞപ്പം, എന്താ നിങ്ങൾ കരയുന്നത്? അപ്പൊ ബാപ്പ പറഞ്ഞ മറുപടിയാണെന്ത്? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബദറിൽ യുദ്ധം ചെയ്തു. ആ യുദ്ധം ചെയ്ത് ഒന്നുകിൽ ആ സമയത്ത് ഞാൻ മരിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താ? അപ്പോൾ റസൂലുള്ളാഹിന്റെ മരണശേഷവും ജീവിച്ചിരുന്ന ആളാണ് അംർ ഇബ്നുൽ ആസ്. അപ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിച്ചു, പിന്നെ എന്റെ കഴിഞ്ഞുപോയ ഇന്നലകൾ നാളെ പരലോകത്ത് ചോദ്യം ചെയ്യുമോ? എന്റെ കഴിഞ്ഞുപോയ ഇന്നലകളിലെ ഞാൻ ചെയ്ത ഒരുപാട് തെറ്റുകളുണ്ടല്ലോ, ഇസ്ലാമിനെതിരെ യുദ്ധം വരെ നടത്തിയ ആളാണ്, അത് നാളെ ചോദ്യം ചെയ്യുമോ? അതാണ് ചോദ്യം. അപ്പൊ റസൂലുള്ളാഹിന്റെ മറുപടി അംർ ഇബ്നുൽ ആസിനെ വിളിച്ചിട്ട് പറഞ്ഞു, അമാ അലിം തയാം അംർ, അംറെ അറിയില്ലേ ഇസ്ലാമിനെ പറ്റി, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ല, ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത മുഴുവൻ തിന്മകളെയും അള്ളാഹു തകർത്തെറിയും. പിന്നെ അയാളുടെ കൂടെ അല്ലേ? അങ്ങനെ ഒരാൾ ഇസ്ലാമിലേക്ക് വരുന്നതോടുകൂടി തന്നെ അയാൾ മുമ്പ് ചെയ്ത എല്ലാ തിന്മകളും അള്ളാഹു ഇല്ലാതെയാക്കും. അതെനിക്ക് അറിയില്ലെന്നാ റസൂലുള്ളാഹിന്റെ ചോദ്യം. പിന്നെ അങ്ങനെ തകർക്കുന്ന രണ്ടാമത്തെ കാര്യം, ഒന്ന് ഇസ്ലാമിലേക്ക് വരവ്, അല്ലെ? ഇനിയോ രണ്ടാമത്തെ കാര്യം വാന്നൽ ഹിജ്റത്ത്, ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ പോയി, നാടും വീടും കുടുംബവും ഒക്കെ ഉപേക്ഷിച്ച് അള്ളാഹ്ക്ക് വേണ്ടി
തന്റെ സമ്പത്ത് മുഴുവൻ ഹിജറ പോകാറും അതാണ്. ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നിയമം വന്നാൽ സ്വത്ത് കെട്ടിപ്പിടിക്കുകയോ അതോ അള്ളാന്റെ ദീനിന് വേണ്ടി യാത്രയാകും. അതാണ് ഹിജറ. ഉണ്ടോ? അതൊക്കെ നമ്മൾ 10 ആലോചിക്കും. എനിക്കങ്ങനെ സ്വർഗം വേണ്ട, എന്റെ തൽക്കാലം എന്റെ മുതലെല്ലാം കൂടി ഞാനതിന് മുമ്പേ വേലായുധന അറിയും. അല്ലേ? പോട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കിടക്കില്ല. ഏതായിരുന്നാലും രണ്ടാമത്തെ കാര്യം വാനൽ ഹിജറ. ഹിജറ തെഹ്ദിമുമാക്കാനം കബലഹ, അത് അതിന് മുമ്പുള്ള അവസ്ഥയെ മുഴുവൻ തകർത്തെറിയും. ഹിജറ പോയാലും കഴിഞ്ഞു പോയ ഇന്നലകളിൽ വന്ന മുഴുവൻ പാപങ്ങളും അള്ളാഹു ഇല്ലാതെയാക്കും. ഇനിയോ വാനൽ ഹജ്ജ്, ഹജ്ജ് യഹ്ദിമുമാക്കാന കബലഹ, ഹജ്ജും അതുപോലെ തന്നെ കഴിഞ്ഞു പോയ ഇന്നലകളിലെ മുഴുവൻ പാപങ്ങളും അള്ളാഹു ഇല്ലാതെയാക്കും. അങ്ങനുണ്ട് ഒരു സമാധാനമല്ലേ? അതിനെന്ത് വേണം? മൻ ഹജ്ജൽ ബൈത്ത ഫലം യർഫുസ് വലം യഫ്സുഖ്, ഒരു ശിർക്കുമില്ലാത്ത ഒരു ബിദ്അത്തുമില്ലാത്ത നിഷ്കളങ്കമായി ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, ഏകനും അജയ്യനുമായ അള്ളാഹ്ക്ക് വേണ്ടി മാത്രം നിർവഹിക്കുന്ന ഹജ്ജായിരിക്കണം. കേട്ടോ? അതിനിടയിൽ ഒന്നുമില്ല, മക്കളില്ല, ഭാര്യയില്ല, കുടുംബമില്ല, ഒന്നുമില്ല. അങ്ങോട്ട് പോയി നിറഞ്ഞു നിന്നു അള്ളാന്റെ മുമ്പിൽ. മനസ്സിലായോ? അപ്പോൾ അതിലൊക്കെ ഇപ്പൊ വേറൊന്നുണ്ട്, വലിയ അത്ഭുതമാണ്. ഇത്രയൊക്കെ പണം മുടക്കി ഒരുപാട് പെണ്ണുങ്ങൾ എന്തിനുണ്ട്? ഹജ്ജിന് പോകുന്നുണ്ട്. പക്ഷേ അവിടെ തവാഫോ അതുപോലെ സയ്യൊക്കെ നടക്കുമ്പോൾ നമസ്കാരത്തിന് ടൈമായാൽ ബാങ്ക് കൊടുക്കും. ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ അവിടുന്ന് കിട്ടുന്ന ലക്ഷക്കണക്കിനുള്ള പ്രതിഫലം ആ ലേഡീസിനെ ഒഴിവാക്കിയിട്ട് അമീറന്മാര് ഇവരിവിടെ മൈക്കിൽ ഇങ്ങനെ ഊതും. അവര് ഇക്കാമത്ത് കൊടുക്കാനേ മൈക്ക് സെറ്റ് ആണോ? അപ്പോൾ ഉടനെ അവിടെ ഇവരെ കൊണ്ടായ അമീറില്ലേ ഹജ്ജിന്റെ, പെണ്ണുങ്ങളോട് ഒയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഊത്ത്. ജമാഅത്ത് പങ്കെടുക്കാൻ നിങ്ങൾ റൂം പോണെന്ന് ആ ഊത്തിന്റെ അർത്ഥം മൂപ്പര് വ്യാഖ്യാനിക്കുക. എങ്ങനെയുണ്ട്? പിന്നെ എവിടുന്നാണ് മുവഹിദീങ്ങൾ ഉണ്ടാകുക? ബില്യൺ കണക്കിന് ആൾക്കാർ ഇപ്പൊ ഹജ്ജോ കഴിഞ്ഞ ലോകത്ത് ഏറ്റവും ഈ ഹജ്ജ് കഴിഞ്ഞ ആൾക്കാരൊക്കെ മുജാഹിദീങ്ങളാവണ്ടേ, അതായത് തൗഹീദുള്ളവരാവണ്ടേ. എന്തുകൊണ്ടായില്ല? ഒന്നും കബൂലായില്ല. മക്ബൂലും മബ്റൂറും എന്നുള്ള 2 വാക്ക് പഠിച്ചു അല്ലാണ്ട് എന്താണ് അതൊന്നും കൂടി അറിയില്ല. പോട്ടെ. അപ്പം ഹജ്ജും അതുപോലെ തന്നെ നമ്മൾ അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഹിജ്റയും ഇസ്ലാമിലേക്കുള്ള 100% ഇപ്പം നമ്മളൊക്കെ തന്നെ വലിയ മുസ്ലിമൊന്നും ആയിരിക്കില്ല. നമ്മളൊക്കെ ഇപ്പം മുസ്ലിം ആയതെങ്ങനെ? മാതാപിതാക്കൾ ഇസ്ലാമിന്റെ പേരായിരിക്കും അബൂബക്കറും ആയിഷയും. അതിലുണ്ടായ കുട്ടികളൊക്കെ അബ്ദുൽ ലത്തീഫ്, അബ്ദുൽ സമദ്, അബ്ദുൽ മജീദ് അങ്ങനെ ആയതാ. അല്ലാണ്ട് അതൊന്നും എന്തല്ല, അബുദല്ല, മജീദിന്റെ അടിമല്ല, കേട്ടോ, സമദിന്റെ അടിമയല്ല. ഒക്കെ അങ്ങനെ പേര് മാത്രമാണ്. അതല്ലേ റസൂലുള്ള പറഞ്ഞത്? ലോകം അവസാനിക്കാൻ സമയമായാൽ ഒരു വിഭാഗം ആളുകൾ ഭൂമിയിലുണ്ടാവും. അതാരാ? ലാ യബ്കാ മിനൽ ഖുർആൻ ഇല്ലാ റസ്മുഹു, ഖുർആനിനെ നോക്കി ഓതാൻ അറിയാനല്ലാണ്ട് എന്താണ് ആ പറയുന്നതെന്ന് അറിയാത്ത ഒരു കൗമ് കൂടെ ഉണ്ടാവും ലോകം അവസാനിക്കുമ്പോൾ. ഖുർആനിലെ ഓരോ ഹർഫുകളുടെയും അർത്ഥം പഠിച്ച സഹാബത്ത് ജീവിച്ച നാളിലാ പറയുന്നുണ്ട്, ഖുർആനിൽ നിന്ന് ഇങ്ങനെ നോക്കി ഓതാൻ അറിയാനല്ലാണ്ട് വേറൊന്നും അറിയില്ല. വലാ യബ്കാ മിനൽ ഇസ്ലാം ഇല്ല ഇസ്മുഹു, ഇസ്ലാമിന് ബാക്കിയായതുകൊണ്ട് പേര് മാത്രമാണ്, വേറൊന്നും ഇസ്ലാമിന്റെ അല്ല. ഇപ്പൊ ചിലവർക്ക് അതുമില്ല അല്ലെ? ഇപ്പൊ കുട്ടികൾക്ക് പേരിൽ ഇടുന്നൊക്കെ കുട്ടികൾക്ക് പേരിടാൻ വേണ്ടി കാത്തിക്കുക. ചിലവര് എന്റെ ബാപ്പന്റെ ആദ്യ അക്ഷരം ഓളമ്മന്റെ അവസാനത്തെ അക്ഷരം എന്നിട്ട് കളിക്കുക. അല്ലാണ്ട് റസൂൽ എന്തായി പറഞ്ഞു? വാ യൂസിന് ഇസ്മഹു, ഒരു പെണ്ണ് പ്രസവിച്ചാൽ ഏറ്റവും നല്ലൊരു പേര് അല്ലെ? ഹക്കീക്ക. 7, 14, 21 ഒരു ഹക്കീക്ക. അതിന് കഴിവില്ല എപ്പോ ആണെങ്കിലും ഹക്കീക്കാർക്ക് അല്ലെ? ഹക്കീക്ക പിന്നെ എത്ര കാലം കഴിഞ്ഞിട്ടൊന്നും അർക്കട്ടോ. ഇപ്പൊ എന്റെ പ്രായമുള്ള ഒരാൾക്ക് എന്റെ അമ്മക്ക് തോന്നുക അല്ലെ എന്റെ വാപ്പക്ക് തോന്നുന്നത് ഇവർക്ക് നമ്മൾ ഹക്കീക്ക അർത്ഥമില്ല, നമുക്കൊന്ന് അർത്ഥാളാണ്, ഒരു വിരോധമില്ല. ചിലവർക്കത് ആദ്യത്തിന് അർത്ഥം അല്ലെങ്കിൽ രണ്ടാമത്തേന് അർത്ഥം അത് അങ്ങനെ ബേജാറാണ്ട, നിങ്ങൾക്ക് എപ്പോഴാണ് ആക്കുക. പക്ഷെ അതിന്റെ അഫ്ളലായ ടൈമാണ് പറഞ്ഞത്. പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത് സാധാരണഗതിയിൽ ഇങ്ങനെ നല്ല നല്ല പേരൊക്കെ ഇടണം. അതെന്തിനാ നല്ല നല്ല പേരിടുന്നത്? എന്തിനാ നിങ്ങൾ പേരിടുന്നത്? നിങ്ങൾ വിചാരിച്ചു സ്കൂൾ ചേർത്താനും അല്ല, അല്ലെങ്കിൽ ആധാർ കാർഡിൽ ചേർത്താനാ അല്ല, പാൻ കാർഡിൽ ചേർത്താനാ അല്ല, പിന്നെ എന്തിനാ നാളെ പരലോകത്ത് നല്ല വിളിക്കുമ്പം അവിടെ ഉത്തരം പറയാനാ. അതറിയാം നിങ്ങൾക്ക്? അതുപോലും അറിയില്ല. എന്നിട്ട് എന്തൊക്കെ പേരാടുക. ഒരു സ്വപ്നാന്ന് പേരിട്ടുണ്ട് മുസ്ലിം പെൺകുട്ടിക്ക്, സ്വപ്ന. ആരെങ്കിലും വെട്ടറി ഓലെ കുറ്റം പറഞ്ഞാൽ കേട്ടോ. പേരിടുമ്പം അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന, മുമ്പൊക്കെ തന്നല്ലേ. ഇപ്പൊ ചിലവര്
നന്നാക്കാൻ വേണ്ടി ഒരു പുതിയ ഐഡിയ ഉണ്ട്. എന്താ അറിയോ? ഓലെ കുട്ടിന്റെ പേര് സ്വപ്ന. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ചിലപ്പോൾ ചില ഉസ്താദന്മാരൊക്കെ ചോറ് കഴിക്കാൻ വരുമ്പോൾ എന്നോട്, അപ്പോൾ സ്വപ്ന വെള്ളെടുത്തുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് ചോദിച്ചിട്ടുണ്ട് അവളുടെ പേരെന്താ സ്വപ്ന. അപ്പോൾ ഇത് ശരിയല്ലല്ലോ നിങ്ങളത്. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എൻ്റെ ഐഡിയ സ്വപ്ന ആയിഷ, എക്സ്ട്രാ ഫിറ്റിങ്സ് ആയിഷ കയറ്റുക, ഫാത്തിമ സ്വപ്ന. അങ്ങനെ നിങ്ങൾ ബളവന്മാർ ഇതൊക്കെ മുനാഫിക്കങ്ങളാണ്. അള്ളാന്റെ റസൂൽ ഇഷ്ടപ്പെടുന്ന ഒരു പേര് പോലും മകന് കൊടുക്കാൻ ഇസ്സത്ത് അഭിമാനമില്ലാത്ത പുരുഷന്മാർ, കുടുംബം അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഏതായിരുന്നാലും നമ്മൾ ഒരുപാട് അഅ്മാലുകൾ ചെയ്യാറുണ്ട്. ഒരുപാട് ഹജ്ജിന്റെ പ്രതിഫലം വാങ്ങാൻ അനുഗ്രഹീതമായ ഇബാദത്തുകൾ പഠിപ്പിച്ച ഇസ്ലാം അതിന്റെ 100% ഇഖ്ലാസോടുകൂടി അക്കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്താൽ കഴിയുന്ന അനവധി ആളുകൾക്ക് അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികവും ശാരീരികവുമായ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന രക്ഷിതാക്കൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. കച്ചവടത്തിലും വ്യവഹാരങ്ങളിലും ജോലികളിലും ഒക്കെ അള്ളാഹു ബർക്കത്ത് നൽകി അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ദിക്റുകളിലും നമ്മുടെ നമസ്കാരങ്ങളിലും ജമാഅത്ത് നമസ്കാരങ്ങളിലും നമ്മളുടെ ലുഹാൻ ഇഷ്റാഖ് നമസ്കാരങ്ങളിലുമൊക്കെ ഹജ്ജിന്റെ പ്രതിഫലം ലഭ്യമാകുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉദ് ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.